وهو إمرارها كما جاءت من غير تكييف ولا تشبيه ولا تعطيل والله المتبادر إلى أذهان المشبهين منفي لله فإن الله لا يشبهه شيء من خلقه وليس كمثله شيء وهو السميع البصير. എന്താ പറയുന്നത്? ഇസ്തവാ അലൽ അർശ് എന്നത് എങ്ങനെയാണോ വന്നതുപോലെ അങ്ങ് നടത്തേണ്ടതാണ്. അതിലൊരു തിരിമറിയും നടത്തിക്കൂടാ, അതിന് ഒരു തിരിമറിയും നടത്തിക്കൂടാ. ഇംറാറുഹാ കമാ ജാഅത്, വന്നതുപോലെ അങ്ങ് നടത്തണം. മൗലൈമാര് പറയും പോലെ അതിന് പച്ച മലയാളത്തിൽ അർത്ഥം വെച്ചിട്ട് ബാഹ്യാർത്ഥം വിശ്വസിക്കണം എന്നല്ല, വന്നതുപോലെ അങ്ങ് നടത്തണം. നിങ്ങളെ വകയിൽ അതിന് ബാഹ്യാർത്ഥം വിശ്വസിച്ചുകൂടാ. കമാ ജാഅത്, വന്നതുപോലെ നടത്തണം. മിൻ ഗൈരി തകീഫിൻ വലാ തശ്ബീഹിൻ വലാ തഅ്തീൽ, ഒരിക്കലും തന്നെ ഒരു രൂപം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പാടില്ല. അതുപോലെ തന്നെ തുല്യത തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പാടില്ല. അതേ സമയത്ത് ആയത്ത് അങ്ങനെ ഇല്ലെന്ന് നിഷേധിക്കാനും ആയത്തിൽ പറഞ്ഞത് വിശ്വസിക്കില്ലെന്ന് പറയാനും പാടില്ല. വല്ലാഹിറുൽ മുതബാദറു ഇലാ അദ്ഹാനിൽ മുശബ്ബിഹീന മൻഫിയുൻ അനില്ലാഹി തആല, മറ്റുള്ള സൃഷ്ടികളോട് തുല്യത തോന്നുന്ന വിധത്തിൽ മനുഷ്യന്റെ മനസ്സിൽ, അതേ തുല്യത തോന്നുന്നവന്റെ മനസ്സിൽ ഉദിച്ചു വരുന്ന ബാഹ്യ ർത്ഥം മൻഫിയുൻ അനില്ലാഹ്, അത് അല്ലാഹുവിന് ഇല്ലേ ഇല്ല. ഇസ്തവാ അലൽ അർശി എന്നതിന്റെ ബാഹ്യാർത്ഥം അല്ലാഹു സിംഹാസനത്തിന്റെ മുകളിൽ കയറിയിരുന്നു എന്നാണ്. ആ ബാഹ്യാർത്ഥം ഇല്ലേ ഇല്ല. ഇബ്നു കസീർ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ നിന്നും മറ്റ് ഇമാമിയങ്ങളിൽ നിന്നും ഉദ്ധരിച്ച് പറയാണ്, മൻഫിയുൻ അനില്ലാഹി, അല്ലാഹുവിന് ഇല്ലാത്തതാണ് മനുഷ്യന്റെ മനസ്സിൽ അതാ തോന്നുന്ന ബാഹ്യാർത്ഥം. ആ ബാഹ്യാർത്ഥം അതിനെ വിശ്വസിക്കാൻ പാടില്ല. ഫഇന്നല്ലാഹ ലാ യസ്ബഹു ശൈഉൻ മിൻ ഖൽഖിഹി, കാരണം പടച്ചവനോട് ഒരു സൃഷ്ടിയും തുല്യമല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അല്ലാഹു തആല ഒരു വസ്തുവിനെ പോലെയുമല്ല. അവനതാ സ്വയം തന്നെ കേൾവിയുള്ളവനാണ്, സ്വയം തന്നെ കാഴ്ചയുള്ളവനാണ്. ബലിൽ അംറു, അതേ സമയത്ത് കാര്യം കമാ ഖാലൽ അയിമ്മത്തു, ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ മിൻഹും നുഐം ഇബ്നു ഹമ്മാദ് അൽ-ഖുസായി ശൈഖുൽ ബുഖാരി ഇമാമിന്റെ ഉസ്താദായ നുഐം റളിയല്ലാഹു അൻഹു പെട്ട ആളാണ്. എന്താ പറഞ്ഞത്? ഖാല മൻ സബ്ബഹ അല്ലാഹ ബിഖൽഖിഹി കഫറാ. ശരിക്ക് കേട്ടോ, സലഫിന്റെ പ്രസംഗവും കേട്ടിട്ട് പടച്ചവൻ കയറുന്നു ഇറങ്ങുന്നുവെന്നും പടച്ചവന് അവയവങ്ങളുണ്ടെന്നും പടച്ചവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നുവെന്നും വിശ്വസിച്ച് നടക്കുന്ന മുജാഹിദേ, നിങ്ങളെ മുന്നിൽ അദ്ദേഹം വന്ന് വായിച്ച ഇബ്നു കസീറാണ് ഞാൻ വായിച്ചർത്ഥം പറയുന്നത്. അയാൾ ഇവിടെ വായിച്ചു പറഞ്ഞ അർത്ഥം തെറ്റാണ്. അങ്ങനെ ഒരർത്ഥം ഇബ്നു കസീറിന് ഇല്ല. ഞാനിവിടെ എത്ര കാലമായി വിളിക്കുന്നു, ആ മൗലവിയെ വിളിക്കുന്നു, നിങ്ങളൊന്ന് എന്റെ മുന്നിൽ വന്നിരുന്നിട്ട് കിതാബിന്റെ ഇബാറത്ത് വായിച്ചൊന്നർത്ഥം പറയൂ. എന്തുകൊണ്ട് എന്റെ മുന്നിൽ വന്നിരുന്ന് പറയുന്നില്ല? കിതാബിന്റെ ഇബാറത്ത് അറിയാത്ത മുജാഹിദുകളെയും മുന്നിലിരുത്തിയിട്ട് ഒരു നിരക്കും അതാ വാചകത്തിനില്ലാത്ത അർത്ഥം വെച്ചിട്ട് അല്ലാഹ് ഇറങ്ങുന്നുവെന്നും കയറുന്നുവെന്നും അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്നും ഈ നാദാപുരത്ത് മൗലവി കടുത്ത കുഫർ പ്രചരിപ്പിച്ചില്ലേ? കേട്ടോ, ഇബ്നു കസീർ എന്താ ഇമാം ബുഖാരിയുടെ ഉസ്താദിൽ ഉദ്ധരിക്കുന്നത്? അല്ലാഹുവിനെ വല്ലവരും അവന്റെ സൃഷ്ടികളോട് അതാ തുല്യപ്പെടുത്തിയാൽ കഫറാ, അവൻ കാഫിറായി പോയി. നിങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാരിരുന്നെഴുതിയ ഖുർആൻ പരിഭാഷ അത് പ്രസിദ്ധീകരിച്ചത് പേരോടല്ല, SYS അല്ല, SSF അല്ല, അത് നിങ്ങളെ കേരള നേതൃത്വത്തിൽ മുജാഹിദീനല്ലേ പ്രസിദ്ധീകരിച്ചത്. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണ്. അല്ലാഹു അർശിന്മേൽ ഇരിക്കുന്നുവെന്ന് പറയുന്നത് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പരിഭാഷയിൽ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറായി പോയി എന്ന് ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറില് അതാ ബുഖാരി ഇമാമിന്റെ ഉസ്താദിൽ ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, വമൻ ജഹല മാ വസഫ അല്ലാഹു
നഫ്സഹു ഫഖദ് കഫറ. പിന്നെയും പറയുന്നു അല്ലാഹു തആല അവനെ സംബന്ധിച്ച് എന്താണോ വിശേഷണം പറഞ്ഞത് അതിനെ വല്ലവനും നിഷേധിച്ചാൽ, അവൻ കഴിവുള്ളവനല്ലെന്ന് പറഞ്ഞാൽ, കേൾവിയുള്ളവനല്ലെന്ന് പറഞ്ഞാൽ, അറിവുള്ളവനല്ലെന്ന് പറഞ്ഞാൽ, അതുപോലെ അല്ലാഹുവിന് ഏത് സിഫത്താണോ പറഞ്ഞിട്ടുള്ളത് ആ സിഫത്ത് അല്ലാഹുവിന് ഇല്ലെന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ ഏത് സിഫത്ത് ഒരു മനുഷ്യൻ നിഷേധിച്ചാലും ഫഖദ് കഫറ, അവൻ അവിശ്വാസിയായി പോയി. സഹോദരന്മാരെ, എന്നിട്ട് വീണ്ടും പറയുന്നു വലൈസ ഫീമാ വസഫല്ലാഹു ബിഹി നഫ്സഹു വലാ റസൂലുഹു തസ്ബീഹുൻ. അതേ അല്ലാഹുവും റസൂലും എന്താണോ അല്ലാഹുവിനും റസൂലിനും വിശേഷണം പറഞ്ഞത് അതിൽ ഒരു തുല്യപ്പെടുത്തലുമില്ല. അതുകൊണ്ട് ഫമൻ അസ്ബത ലില്ലാഹി തആല മാ വറദത് ബിൽ ആയാതു സ്വരീഹതു വൽ അഖ്ബാറു സ്വഹീഹതു അലൽ വജ്ഹി الذي يليق بجلال الله ونفى عن الله تعالى النقائص فقد سلك سبيل الهدى. അതുകൊണ്ട് വ്യക്തമായി പറഞ്ഞ ആയത്തുകളിൽ വന്നത്, അതുപോലെ സഹീഹായ ഹദീസുകളിൽ വന്നത് അലൽ വജ്ഹി الذي يليق بجلال الله تعالى, അല്ലാഹുവിന്റെ മഹത്വത്തോട് അനുയോജ്യമായ വിധം, അല്ലാഹുവിന് ഒരു ന്യൂനതയും തോന്നിപ്പിക്കാത്ത വിധം ആര് അത് സ്ഥിരപ്പെടുത്തിയോ അവൻ സന്മാർഗത്തിന്റെ വഴിയിൽ പ്രവേശിച്ചവൻ തന്നെ. അതേ സമയത്ത് മനുഷ്യന്റെ മനസ്സിൽ പെട്ടെന്ന് ഉദിച്ചുയരുന്ന ബാഹ്യാർത്ഥം അല്ലാഹുവിനെ സംബന്ധിച്ച് അർറഹ്മാനു അലൽ അർശി ഇസ്തവാ എന്നതിനും ഒരായത്തിനും മുതശാബിഹായ ആയത്തുകൾക്ക് അതാ ഒരിക്കലും പറഞ്ഞ് വിശ്വസിക്കാൻ പാടില്ല. ഞാനിത് വ്യക്തമായി വാഴക്കാട്ട് വെച്ച് പറഞ്ഞതാണ്. മൗലവി പറഞ്ഞു തരുമോ? വാഴക്കാട്ടിന്റെ പേരോട് പറഞ്ഞത് അർത്ഥം തന്നെ പറയാൻ പാടില്ല എന്നാ, ഇപ്പൊ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. മൗലവി പറയാൻ പാടില്ല എന്നുള്ളത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിനാ പറയാം പലപ്പോഴും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. രണ്ട് അള്ളണ്ട് എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ കേട്ടില്ലേ പറഞ്ഞ വാചകം? കേട്ടില്ലേ? എന്താ കേട്ടെ? രണ്ട് അള്ളണ്ടെന്ന് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ? രണ്ട് അള്ളണ്ട് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? പക്ഷെ അതിന്റെ ശേഷം എന്ത് പറഞ്ഞിട്ടുണ്ട്? പറയാൻ പാടില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോ അങ്ങനെ നാവ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മൊയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അവര് മനസ്സിലാക്കണം. ഒരു ഉസ്താദ് കുട്ടിയൊക്കെ ദർശനത്താണ്. അയാൾ ദർശിൽ പറയാണ് എന്റെ ഭാര്യയെ ഞാൻ തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ തലാഖ് പോയി പോകും. ഇപ്പൊ ഉടനെ കുട്ടികൾ ഉസ്താദെ നിങ്ങൾ സ്വന്തം ഭാര്യയുടെ അടുത്ത് പോകാൻ പാടില്ല. അതെന്താണ്? നിങ്ങൾ സ്വന്തം നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ ഭാര്യയെ ഞാൻ തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് തലാഖ് ചൊല്ലലാവൂല, അത് പഠിപ്പിക്കലേ ആവുള്ളൂ. ഇതുപോലെ ഈ ആയത്തും ഹദീസും ബാഹ്യാർത്ഥ പ്രകാരം വിശ്വസിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അതിന്റെ ബാഹ്യാർത്ഥം ഇന്നതാണ് എന്ന് പറയാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മൗലവിമാർക്ക് ബുദ്ധി വേണം പറയുന്നത് മനസ്സിലാക്കാൻ. ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞങ്ങളുടെ ആലിമീങ്ങളുള്ള പവറ് അവർക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിയാണ്. ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, ഇ കെ ഉസ്താദ് കോടതി കയറി. അപ്പൊ വക്കീൽ വലിയ കേസാണ്, പ്രമാദമായ കേസാണ്. വക്കീല് ചോദിച്ചു ഈ കെ ഉസ്താദിനോട്, മുസ്ലിയാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ പറയുന്നവരൊക്കെ മുസ്ലിം അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉടനെ ഈ കെ ചോദിച്ചു അപ്പൊ നിങ്ങൾ മുസ്ലിമായോ എന്ന് ചോദിച്ചു. ഇപ്പൊ വക്കീൽ മുസ്ലിമായോ? കാരണം ഇപ്പൊ വക്കീൽ പറഞ്ഞില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി, പറയുന്നവരൊക്കെ മുസ്ലിമാ. അത് വിശ്വസിച്ച് പറയണോ? അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. അതുപോലെ വിശ്വാസത്തെ കുറിച്ച് പറയാന്ന് ചിലപ്പോ പറയും, ചിലപ്പോൾ വെറും വർത്തമാനത്തിനും പറയും. അതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം മൗലവി. നിങ്ങളെ മാസികയിൽ എങ്ങനെയുണ്ട്, വാരികയിൽ ഇങ്ങനെയുണ്ട്, ബുക്കിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയും മൗലവി. അതൊന്നും പഠിക്കാത്തതുകൊണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ട് അൽമനാർ വായിച്ച് പഠിക്കാത്ത മൗലവിയാ നമ്മളെ ബുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നു. അതുകൊണ്ട് അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല, പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ എന്താ ഇബ്നു കസീർ പറഞ്ഞത്? ഒരിക്കലും തന്നെ ബാഹ്യാർത്ഥം അല്ലാഹുവിനെ സംബന്ധിച്ച് ഇസ്തവാ അലൽ അർശ് എന്നതിന് ബാഹ്യാർത്ഥം അനുസരിച്ച് വിശ്വസിക്കാൻ പാടില്ല. ഇത് പറഞ്ഞ ഇബ്നു കസീറിന്റെ വാചകം, ഇബ്നു കസീർ പറഞ്ഞ വാചകവുമായി ഒരു ബന്ധവും ഇല്ലാത്ത അർത്ഥം
എന്നിട്ട് സർവ്വ ഇമാമിങ്ങളിൽ പേര് വിളിച്ചിട്ട് പറഞ്ഞിട്ട് മൗലവി പാട്ട് പാടുന്നത് അതാ